മെമ്പർ രാജിവെക്കുക. ഇത്തരത്തിലുള്ള ഒരു മെമ്പർ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായി തുടരാൻ പാടില്ല. ഇത് ജനങ്ങളെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു തരത്തിലും അനുവദിക്കാൻ സാധിക്കുന്നതല്ല. പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ അംഗനവാടി ജീവനക്കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ കുറ്റാരോപിതനായ പഞ്ചായത്ത് അംഗം എം പ്രസാദിനെ CPIM-ൽ നിന്നും പുറത്താക്കി. ഇന്ന് ചേർന്ന അടിയന്തര പാർട്ടി യോഗത്തിലാണ് പ്രസാദിനെതിരെ കടുത്ത അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനു പുറമെ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് അംഗത്വം എത്രയും വേഗം രാജിവെക്കാനും പ്രസാദിനോട് പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 7-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ജീവനക്കാരി ജോലി ചെയ്യുന്ന അംഗനവാടിയിലെത്തി പ്രസാദ് നിരന്തരം ലൈംഗിക അതിക്രമം നടത്തിയതായാണ് പരാതി. തുടർന്ന് ഇരയായ ജീവനക്കാരി കുന്നമംഗലം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നിലവിൽ ഊർജിതമായ അന്വേഷണവും നടത്തിവരുന്നു. സംഭവം പുറത്തറിഞ്ഞതോടെ ജനപ്രതിനിധിക്കെതിരെ വലിയ രീതിയിലുള്ള ജനരോഷമാണ് പ്രദേശത്ത് ഉയരുന്നത്. ഇങ്ങനെ ഒരു സമരം അംഗനവാടി വർക്കർമാരും ഹെൽപ്പർമാരും നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ അംഗനവാടി വർക്കറെ പീഡിപ്പിക്കാൻ ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു പ്രതിഷേധത്തിന് ഒരുങ്ങിയിട്ടുള്ളത്. ഒരു തരത്തിലും ചെയ്യാൻ പറ്റാത്തതും ഉണ്ടാവാൻ പാടില്ലാത്തതുമായിട്ടുള്ള പ്രവർത്തനമാണ് മെമ്പറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ജാഗ്രതാ സമിതി എന്ന ഒരു സംവിധാനം വാർഡുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ തലങ്ങളിൽ നടക്കുന്ന സമയത്ത് ഒരു വാർഡിൻ്റെ ജാഗ്രതാ സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആ വാർഡിൻ്റെ മെമ്പറാണ്. കൺവീനർ എന്ന് പറയുന്നത് അംഗനവാടി വർക്കറാണ്. ആ ചെയർമാന്റെ അടുത്ത് നിന്നാണ് ഇത്തരത്തിൽ കൺവീനർമാരായിട്ടുള്ള അംഗനവാടി ടീച്ചർക്ക് ഇത്തരത്തിലുള്ള ഒരു പീഡനം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഈ ഒരു പ്രയാസത്തിൽ അംഗനവാടി വർക്കേഴ്സിന്റെ അല്ലെങ്കിൽ ഹെൽപ്പേഴ്സിന്റെയും കൂടെ ഒരു വലിയ പ്രതിഷേധ പ്രകടനം ഇവിടെ പൂവാട്ടുപുറ വെച്ച് നടക്കാൻ പോവുകയാണ്. വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. UDYF-ന്റെ നേതൃത്വത്തിൽ ഇന്ന് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ശക്തമായ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ സംഘർഷാവസ്ഥയും ഉണ്ടായി. UDYF പ്രതിഷേധത്തിന് പിന്നാലെ അംഗനവാടി ജീവനക്കാരും ഒന്നിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരനായ പഞ്ചായത്ത് അംഗത്തെ എത്രയും പെട്ടെന്ന് ജനപ്രതിനിധി സ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നും അതിക്രമത്തിൽ അടിയന്തരമായ നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ഇരയ്ക്ക് നീതി നടപ്പാക്കണമെന്നും പ്രതിഷേധക്കാർ ശക്തമായി ആവശ്യപ്പെട്ടു. കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. കൃത്യമായിട്ട് പരാതിക്കാരി സ്റ്റേഷനിൽ പോവുകയും പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. അത് അതീവ ഗൗരവമാണെന്ന് UDF-ന്റെ നേതൃത്വം UDYF-ന്റെ നേതൃത്വം അത് ഏറ്റെടുക്കുകയും അതിനെ കൃത്യമായിട്ട് പഠിച്ച് അത് ജെനുവിൻ കാര്യമാണ്. ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം നിൽക്കുന്ന ഒരു സംഭവമാണ്. പൊതുജനങ്ങളിൽ സ്ത്രീകൾ തെരുവിലൂടെ നടന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. സ്വതന്ത്രമായി ജീവിക്കേണ്ട സാഹചര്യമാണ് സ്ത്രീകൾക്കുള്ളത്. അതിനുള്ള ഫ്രീഡം നമുക്ക് നമ്മളെ ഫണ്ടമെന്റൽ റൈറ്റ്സിലൊക്കെ പറയുന്ന സാഹചര്യമുണ്ട്. നമ്മൾ അത് കൃത്യമാകുന്ന രീതിയിൽ സ്ത്രീകൾക്ക് ആവശ്യമാകുന്ന രീതിയിൽ നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആ ജനപ്രതിനിധി കൃത്യനിർവഹണം നടത്തിയിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട സംഭവമാണോ ഇത്തരം ഒരു കടന്നുകയറ്റം പിടിത്തം എന്നുള്ളത്? സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ ഇത്തരക്കാരെ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധിയായിട്ട് ഒരു കാരണവശാലും ഇരുത്തേണ്ടതില്ല. അതിന് ഇരുത്താൻ നോക്കുന്നവരോട് ഒരു കാര്യം പറയുന്നു, രാജിവെക്കുന്നവരെയുള്ള സമര രീതികളുമായിട്ട് UDYF മുന്നോട്ട് പോകുന്നു.